പടച്ച തമ്പുരാനെ, മുക്കാ ബക്കറ്റ് ചോറല്ലേ നബീസോ ഇത്? നിങ്ങൾ രണ്ടാളും കൂടി ഇപ്പൊ ഇത് കുഴിച്ചിടേണ്ട പരിപാടിയാ? അത് മനസ്സ് അന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളതാണ്. ചോറ് ബാക്കിയായതില്ലേ? അനക്ക് നോൽ പറപ്പിച്ചിന്റെ നേരത്തെ എന്തൊക്കെയാ മാണ്ടിയുന്നത്? കുഴിമന്തി, കബ്സ, എന്നിട്ട് ഇങ്ങനെ തോനെ ഭാര്യ വലിച്ച് ഞാൻ കൊണ്ടിരിക്കുന്നു. പൊന്നാര നബീസോ, ഓരോ മനുഷ്യന്മാർ തിന്നുന്ന സാധനമാണല്ലോ അത്. നിങ്ങൾ ഈ വേസ്റ്റ് ആക്കി കഴിഞ്ഞിക്കാണ്ട് കുഴിച്ചിടേണ്ടത്. തിന്നാൻ കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട് ഈ നാട്ടിലുണ്ട് അറിയോ? അത് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ടത്? ഭക്ഷണം ഇങ്ങനെ ദൂർത്തടിച്ചാല് നല്ല കാര്യമാണ് വിചാരിച്ചിട്ടുണ്ട്? കുറെ നോൻപ് പോറ്റിക്കാണ്ട് നിസ്കരിച്ചിട്ടും തറാവി നിസ്കരിച്ചിട്ടും ഒന്നും കാര്യമില്ല നബീസോ. ഞാൻ അത്ര മനസ്സാ കാട്ടണു. ചറിയപ്പോ ഇത് ഇങ്ങനെ ബാക്കിയാവും എന്നുള്ളത്. ഞാൻ ഈ ചിറ്റോളിറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു നോൽമ്പ് പറഞ്ഞ ശേഷം. ഇത് എല്ലാ പേരിലും കൊണ്ടേ കൊടുത്തിട്ടേ മുക്കാ ബക്കറ്റ് ചോറ് ബാക്കിയല്ലേ നബീസോ? നോൻപ് പറഞ്ഞ് കഴിഞ്ഞാലേ കുറച്ച് വെള്ളം ഫ്രൂട്ട്സ് എന്തെങ്കിലും തിന്നാലേ ഒരു മനുഷ്യന് പിന്നെ ഒരു ഭക്ഷണം വേണ്ട. ഇത് വലിയ ആളാവാൻ വേണ്ടി ടേബിൾ മേളേ കുജ്ജുമന്തിയും ബിരിയാണിയും ഇജ്ജ് പറഞ്ഞ മാതിരി ബ്രോസ്റ്റും ഒക്കെ പാടെ കൊണ്ടുപോയി ഇങ്ങനെ നിറച്ച് വെക്കുകയാണ്. ആൾക്കാരും കാണാൻ വേണ്ടി ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് വൈകുന്നേരം നോൻ പറഞ്ഞേക്കുന്നത് ഇതേമാതിരി ബാക്കിയേക്കാരം പിറ്റേ ദിവസം രാവിലെ കൊടുന്നുകാണ്ട് കുഴിച്ചിടാം. ഓരോ പെരാളും ചെല്ലുന്ന പരിപാടികളാണ്. അധിക പെരാളും നമ്മളെ നാട്ടുമ്പുറത്തുണ്ട്. അങ്ങനെ ഒന്നും ചെജ്ജണ്ട. ഇതൊക്കെ ഉണ്ടല്ലോ, പാവപ്പെട്ട ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു സക്കാത്തായിട്ട് ഈ പൈസ കൊണ്ടേ കൊടുത്തേക്കണെങ്കിലേ ഈ റമദാൻ മാസം അതിനൊരു പുണ്യലും കിട്ടിയിരുന്നു. ഇതിപ്പോ നാളെ റബ്ബിനോട് സമാധാനം പറയേണ്ട അവസ്ഥയ്ക്കാണ് വരുന്നത്.